ഹലോ ഗായ്സ്, വെൽക്കം ടു എഡിറ്റ്സ് ബൈ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമില്ല, Q&A ആണ്. ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു Q&A ചെയ്യുന്നത്. ഡേറ്റ് ചെറിയൊരു മാറ്റം വന്ന് ബിസിയാണ്, ഓൾവേസ് ബിസി, സ്റ്റഡി ഓൾവേസ് സ്റ്റഡി എന്നും പറയും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ ഇതിനകത്ത് ഫുള്ള് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ടോട്ടൽ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 19 എണ്ണം ഉണ്ട്, 90. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാനല്ല, ചോദ്യം മനസ്സിൻ്റെ പറയാം. ബെസ്റ്റ് ഫ്രണ്ട്സ് നെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നുമില്ല. വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ലയെന്ന് പറയും. എൻ്റെ ഒന്നാമത്തെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ നെയിം ആലിയ. ഷീ ഈസ് മൈ ഓൾവേസ് ബെസ്റ്റ് ഫ്രണ്ട്. ബിക്കോസ് ഞാൻ 5ാം ക്ലാസ്സിൽ മുതൽ കാണാൻ തുടങ്ങിയതാണ് അവളെ. ഞാൻ ആദ്യം ആ സ്കൂളിൽ ചേരുമ്പോൾ 5ാം ക്ലാസ്സിൽ മുതൽ കണ്ടുമുട്ടിയതൊക്കെ അവളാണ്, എന്നുവെച്ചാൽ കൂടുതൽ സംസാരിച്ചതൊക്കെ. രണ്ടാമത്തെ ഐശ്വര്യ, എൻ്റെ 6ാം ക്ലാസ്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ക്ലാസ് പിന്നെ മാറ്റിയിരുന്നത്. അപ്പോൾ ക്ലാസ് മാറ്റിയപ്പോൾ അപ്പുറത്തെ ക്ലാസ്സാണ് നമ്മുടെ ക്ലാസ്സിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം മീറ്റ് ചെയ്തത് ഐശ്വര്യാനാണ്. പിന്നെ ജാസ്മിൻ, അവൾ 6ാം ക്ലാസ്സിലെ ന്യൂ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവൾ കണ്ടുമുട്ടി. പിന്നെ ഇഷ്മ, അവൾ 6ാം ക്ലാസ് മുതൽ കണ്ടുപിട്ടിയതാണ്. പിന്നെ മെഹദി, അവരും 6ാം ക്ലാസ്സിൽ, തൻവീർ, അവരൊക്കെ 6ാം ക്ലാസ്സിലേക്ക് കണ്ടുപിട്ടിയതാണ്. പിന്നെ കസിൻസ് നെയിം, ഞാൻ ചില വീഡിയോയിലൊക്കെ കസിൻസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ കസിൻസ് നെയിം എന്ന് വെച്ചാൽ അഫ്രീൻ, അഥവാ AFREEN, അഫ്രീൻ. ഷീ ഈസ് മൈ ഓൾവേസ് ബെസ്റ്റ് കസിൻ. എന്ന് വെച്ചാൽ എൻ്റെ കൂടെ എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ് അഫ്രീൻ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവളെപ്പോഴും എന്നെ ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റിത്തരും. എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ എൻ്റെ പ്രായം തന്നെയാണ് അവൾക്കുള്ളത്. അവൾ 7th ആണ്, എൻ്റെ പ്രായം തന്നെ അവൾക്കുള്ളത്. അവൾക്ക് 30 years. നമ്മൾ കുഞ്ഞുനാൾ മുതൽ കാണാൻ തുടങ്ങുന്നത് അവളൊക്കെ. കുഞ്ഞുനാളൊക്കെ അവളെ ഭയങ്കര രസം, ഭയങ്കര കൂട്ടൊക്കെ കൂടിയുള്ള അവളിപ്പം ഇവിടെ ഇല്ല, അവൾ ബാംഗ്ലൂരിലാണ്. അവൾ സ്കൂളും വീടൊക്കെ ഇവിടെയാണ്. അതുകൊണ്ടാണ് കാണാൻ പറ്റില്ല. അപ്പോൾ വീഡിയോ കോൾ വിളിച്ചിട്ടൊക്കെയാണ് കാണുന്നത്. നിങ്ങൾക്ക് അങ്ങനത്തെ കസിനുണ്ട് ഗൈസ്, താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം അടുത്തത് സ്കൂൾ ഫ്രണ്ട്സ് നെയിമാണ്. സ്കൂൾ ഫ്രണ്ട്സ് നെയിം പറഞ്ഞു. എനിക്ക് സ്കൂൾ ഫ്രണ്ട്സായിട്ട് അങ്ങനെ ആരുമില്ല. ആലിയ ഒക്കെ പറയും, പക്ഷെ വേറെ ആരും സോറി ഗൈസ്, അങ്ങനെ ഇല്ലാത്ത വെച്ചാൽ എനിക്ക് അത്ര പിടിയില്ല. ഇല്ല ഗൈസ്, എനിക്ക് സ്കൂൾ ഫ്രണ്ട്സ് ഇല്ല. ഫേവറേറ്റ് ഫുഡ്, സ്കൂൾ ഫ്രണ്ട്സിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സൊക്കെ ആണ്. ഫേവറേറ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷ്, സോഷ്യൽ, ബേസിക്. എൻ്റെ ഫേവറേറ്റ് സബ്ജക്റ്റാണ് അത്. എനിക്കിഷ്ടമില്ലാത്ത സബ്ജക്റ്റ് എന്ന് വെച്ചാൽ മാത്സ്. എനിക്ക് തീരെ ഇഷ്ടമല്ല മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് എനിക്ക് എന്തൊരു തലയ്ക്കെന്തോ ബോറടിച്ച പോലെ തന്നെയാണ്. ഒന്നും മനസ്സിലാവില്ല ക്ലാസ്സിലിരിക്കുമ്പോൾ. എനിക്കൊന്നും ആക്ടിങ് ചെയ്യാൻ ഞാൻ അങ്ങനെ ഉണ്ടാവും. എനിക്ക് ചിലതൊന്നും മനസ്സിലാവില്ല. മാത്സൊക്കെ ഭയങ്കര പാടാണ്. എനിക്ക് ഇതൊക്കെയാണ് ഭയങ്കര പാടുള്ള സബ്ജക്റ്റാണ് മാത്സ്. അടുത്ത ഫേവറേറ്റ് മദേഴ്സ് നെയിം, എൻ്റെ മദർ നെയിം നദ്ര നൗഷാദ്. ഫുൾ നെയിമാണ് നദ്ര നൗഷാദ്. നൗഷാദ് ഉപ്പിൻ്റെ പേരാണ്. നദ്ര NADIRA, നാദിനെ വിളിക്കും, നദ്ര എന്ന് വിളിക്കും. എൻ്റെ ഉപ്പിൻ്റെ പേരെന്ന് വെച്ചാൽ നൗഷാദ്, NOUSHAD, നൗഷാദ്. അപ്പം ഫാദേഴ്സ് നെയിം ഞാൻ പറഞ്ഞു. ഡു യു ഹാവ് സിബ്ലിങ്സ്? ഓഫ് കോഴ്സ് ഐ ഹാവ് സിബ്ലിങ്സിന് വെച്ചാൽ എൻ്റെ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. എൻ്റെ ബ്രദർ ഡിഗ്രി ഫസ്റ്റ് ഇയർ, സിസ്റ്റർ 10th ആണ്. എപ്പോഴും കൂടെ ഉണ്ടോയെന്ന് വെച്ചാൽ സപ്പോർട്ടിനൊക്കെ ചെയ്യും. പക്ഷേ അടികൂടാൻ മാത്രമേ നമ്മൾക്ക് നല്ല ഉഷാറേ ഉള്ളൂ. അടികൂടാൻ നമ്മളെപ്പോഴും അടികൂടും. കിക്കാക്കി ഭയങ്കര പേടിയാണ് ഗസ്. അങ്ങനെ ഉണ്ട് എല്ലാവർക്കും, അങ്ങനെ ഉണ്ട് ചിലർക്കൊക്കെ. അതെനിക്ക് തീരെ പേടിയില്ല ഗസ്. നമ്മൾ രണ്ടും ഒരു ഭാവം പോലെയാണ്, കീറി പാമ്പെന്നും പറയും ചിലരൊക്കെ. അടുത്തത് ഫേവറേറ്റ് ഹോബി എന്ന് വെച്ചാൽ പെയിൻറ്റിങ്, ഡ്രോയിങ്, അതേ ഉള്ളൂ. ഏതെന്ന് വെച്ചാൽ എനിക്ക് പറ്റിയ സാധനം ചെയ്യുന്ന അറിയില്ല. ക്രോഷിങ് ചെയ്യുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ അറിയത്തില്ല. താല്പര്യമുണ്ട് പഠിക്കാനൊക്കെ. പഠിച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെയല്ല ക്രോഷിങ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സാണ് പഠിപ്പിച്ചു തന്നത് ക്രോഷിങ് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന്. അടുത്തത് പ്ലേസ്, എൻ്റെ പ്ലേസ് വരുന്നത് കോഴിക്കോടാണ് വരുന്നത്.
കോഴിക്കോട് ഹോം എവിടെയാണെന്ന് വെച്ചാൽ ബേപ്പൂർ ഭാഗത്തേക്ക് നടുവട്ടം പൾക്കമ്പനി റെസിഡൻസി റോഡ്. അവിടെ ബേപ്പൂർ നമ്മുടെ കോഴിക്കോടിൽ മോസ്റ്റ് ഫേമസ് പ്ലേസ് ആണ് ഗൈസ്. കോഴിക്കോട് ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും ബേപ്പൂർ ഒത്തിരി ഫേമസ് ആണെന്ന് വെച്ചാൽ ബേപ്പൂരാണ് നമ്മുടെ കസിൻസൊക്കെ ഉള്ള സ്ഥലം. എൻ്റെ സ്കൂൾ വരുന്നത് GVHSS മീൻചന്ത. ആ സ്ഥലത്തിൻ്റെ പേരാണ് മീൻചന്ത, പക്ഷെ ആ സ്ഥലത്തിൻ്റെ പേരെടുത്ത് നമ്മളെ സ്കൂളിൻ്റെ പേര് ആക്കിയതാണ്. അത് കളിയാക്കേണ്ട അപ്പം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. നല്ല സ്കൂളൊക്കെയാണ് ഞാൻ പറയുള്ളൂ. കുഴപ്പമില്ല, നല്ല സ്കൂളാണ് GVHSS മീൻചന്ത. ഇനി അടുത്തത് വിച്ച് ക്ലാസ് ആർ യു സ്റ്റഡി? ഞാൻ പഠിക്കുന്നത് 7th grade. ഞാൻ 7th ആണ് പഠിക്കുന്നത്. 7th C സ്റ്റേറ്റ്. ഭയങ്കര പാടാണ് ഗൈസ്. പഠിച്ചതൊന്നും തലക്കറിയില്ല 7th ഇരുന്നാൽ. ഒത്തിരിക്കൊരു തലക്കൊരു 7th ക്ലാസ് ആർക്കൊക്കെ മനസ്സിലാവും എത്ര പാടാന്ന്. നിങ്ങൾ ഏതാ ക്ലാസ്സാണ് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തത് ഫേവറേറ്റ് ഫുഡ്. അയ്യോ, ഞാൻ ഫേവറേറ്റ് ഫുഡ് പറഞ്ഞില്ലല്ലോ ഗൈസ്. ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ മന്തി എൻ്റെ ഉയരാണ് ഗൈസ്. മന്തി എൻ്റെ അത്രയ്ക്ക് ഫേവറേറ്റ് ഫുഡാണ്. ബിരിയാണി ഇഷ്ടമല്ല, ജസ്റ്റൊക്കെയാണ്, പക്ഷെ അങ്ങനെ ഞാൻ കഴിക്കൂല. എനിക്ക് മന്തിയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ വെള്ളം കുടിക്കട്ടെ ഗൈസ്, കഴിക്കുന്നത് പറഞ്ഞ് തൊണ്ട കുറച്ചൊക്കെ പോകാറായി ഗൈസ്. അതുകൊണ്ട് കുറച്ച് വെള്ളം എടുക്കാം. ബ്രേക്കാണ്. അപ്പം അടുത്തൊരു ഫാമിലി. എൻ്റെ ഫാമിലിയിലുള്ളത് എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ കാക്ക, താത്ത, ഞാൻ, പിന്നെ എൻ്റെ ഉപ്പൻ്റെ ഉമ്മ, പിന്നെ ഉപ്പൻ്റെ അനിയത്തി ഒക്കെ ഈ വീട്ടിൽ താമസിക്കുന്നത്. ഉപ്പ ഇവിടെ ഇല്ല, ഉപ്പ ദുബായിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ലീവ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ലീവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ടൊക്കെ വരും, സർപ്രൈസ് ആയിട്ടൊക്കെ. അപ്പോൾ അവരൊക്കെയാണ് എൻ്റെ വീട്ടിലുള്ളത്. എൻ്റെ കസിൻസൊക്കെ ഞാൻ പറഞ്ഞു ഓൾറെഡി. എൻ്റെ കസിൻസൊക്കെ കൊല്ലത്ത് ആണ്. എൻ്റെ ശരിക്കും വീട്, എൻ്റെ ഉപ്പൻ്റെ വീട് കൊല്ലമാണ്, എൻ്റെ ഉമ്മയുടെ വീട് കോഴിക്കോടാണ് ഗൈസ്. നിങ്ങൾ ചെറുതായിട്ട് നോട്ടിപ്പിക്കണം. അപ്പം അതൊക്കെ നിർത്താം. അങ്ങനെ കണ്ടുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ. അപ്പം ഇനി അടുത്തത് ഫസ്റ്റ് ഷോർട്സ് ആൻഡ് വീഡിയോ. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതായിരിക്കും നല്ല ഉദ്ദേശിച്ച്. ഞാൻ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞാൻ എൻ്റെ കസിൻസിന് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അവൾ കുഞ്ഞ് തൊട്ട് ഒരു 7 വയസ്സാകുമ്പോൾ അവളെ പറഞ്ഞ ഫ്രീ അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് എനിക്കൊരു യൂട്യൂബ് ചാനൽ ചെയ്യണമെന്ന്. ഞാൻ അവളുടെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ഞാൻ അവിടുത്തെ പറയും എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കറിയില്ല. അതൊക്കെ എൻ്റെ കസിൻസാണ് പഠിപ്പിച്ചു തന്നത്. കസിൻ ഫ്രീയാണ് പഠിപ്പിച്ചു തന്നത്. അപ്പം പിന്നെ ഞാൻ അടുത്ത് പറഞ്ഞു, ഉപ്പ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കോട്ടെ എന്ന്. അപ്പം എൻ്റെ ഉപ്പയും ഉമ്മയും പറഞ്ഞു ഓക്കെ തുടങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് ഞാൻ ഫേസ് ഒന്നും കാണിച്ചിട്ടില്ല, അതെനിക്കിഷ്ടമല്ല, എൻ്റെ ഫാമിലിക്കും ഇഷ്ടമല്ല. പിന്നെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂടി, വ്യൂസൊക്കെ കൂടി. അവസാനം ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ അടുത്ത് പറഞ്ഞുപ്പ ഫേസ് റിവീൽ ചെയ്തോട്ടെ എന്ന്. ഉപ്പ പറഞ്ഞു ഓക്കെ യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഫേസ് റിവീൽ ചെയ്തു ഗൈസ്. അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എനിക്ക് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ എന്താണ് പിടിയില്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചാൽ എൻ്റെ കസിനാണ് ഗൈസ്. അവൾക്കാണ് ഒരു ബിഗ് കയ്യടി കൊടുക്കുന്നത്. ഇത്രയും നാൾ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ നല്ല താങ്ക്സ് ഉണ്ട് ഫ്രീ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. എപ്പോഴും ഞാൻ പറയും എനിക്ക് തുടങ്ങണമെന്ന്. ഫെനി ഞാൻ തുടങ്ങി. ആദ്യം പിന്നെ ഒരു എഡിറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടത്. പിന്നെ എങ്ങനെ പിന്നെ ലാസ്റ്റാണ് എൻ്റെ ഫേസൊക്കെ കാണിച്ചത്. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും എൻ്റെ ഫേസ് കാണാൻ വേണ്ടിയിട്ട്. അതെനിക്കറിയാം ഗൈസ്. ചെറിയ പ്രശ്നക്കാരൊന്നും ഫേസിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫൈനലി ഇപ്പം ഞാൻ തുടങ്ങി. അതിന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫേവറേറ്റ് പ്ലേസ് എന്ന് വെച്ചാൽ എനിക്ക് പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കോഴിക്കോട്, ഞാൻ പഠിക്കുന്നത് എൻ്റെ സ്ഥലത്താണ്. കോഴിക്കോടൊക്കെ എല്ലാം ഇഷ്ടമുള്ള സ്ഥലത്താണ്. എൻ്റെ നാടെന്ന് എനിക്ക് എല്ലാം ഇഷ്ടമാണ് ഗൈസ്. അതെല്ലാവർക്കും ഉള്ളതാണ്. എനിക്ക് പാലക്കാടും
തൃശ്ശൂരും മലപ്പുറമൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നാടാണ്. അവിടേക്കൊക്കെ നല്ല മനുഷ്യൻ. അവിടെ പോയിട്ടില്ല, പക്ഷെ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് നല്ല മനുഷ്യന്മാരൊക്കെയാണ്. എനിക്ക് അവിടെയൊക്കെ നല്ല ഇഷ്ടമാണ് ആ സ്ഥലങ്ങളൊക്കെ. പിന്നെ സൗത്ത് കൊറിയ പിന്നെ സൗത്ത് കൊറിയ ഉണ്ട്. പിന്നെ ജപ്പാന്, ചൈന, അതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള നാടാണ്. അവിടെ പോകണമെന്നുണ്ട്. ജർമ്മനി, തായ്ലാൻഡ് ഒക്കെ എനിക്ക് പോകണമെന്നുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മക്കയും പോകാൻ പറ്റട്ടെ. എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ എനിക്ക് ആകെ ഒറ്റ ഡ്രീമേ ഉള്ളൂ, 1K ആവണം. പിന്നെ 1K ആയിട്ട് എൻ്റെ വിഷൻ ബോർഡിലുള്ള എല്ലാം സക്സസ്ഫുൾ ആവണം. ഞാൻ വിഷൻ ബോർഡിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. പിന്നെ എൻ്റെ ഡ്രീം എന്ന് വെച്ചാൽ അങ്ങനെയില്ല, നല്ലൊരു ഡ്രോയിങ്ങിൻ്റെ ആളാവണം. പിന്നെ എനിക്ക് ഒരു വലുതാകുമ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ എന്നാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ആമീൻ. ഒക്കെയാണ് നിങ്ങളുടെ ഡ്രീം എന്തായി കമൻറ്റ് ചെയ്യുക ഗൈസ്. ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ അങ്ങനെയില്ല ഗൈസ്. എൻ്റെ ഫേവറേറ്റ് ചട്ടമ്പീസ് ഉണ്ട്. പിന്നെ എനിക്കങ്ങനെ കാണാതെ പറയാൻ പറ്റും ചട്ടമ്പീസ്. പിന്നെ ഒരു പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞവരുണ്ട്. പിന്നെ പുള്ളൂത്തി, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനല്, പിന്നെ എൻ്റെ കസിൻസിൻ്റെ യൂട്യൂബ് ചാനല്, പിന്നെ സഫ ആൻഡ് സൂഫിയ പറയുന്ന യൂട്യൂബ് ചാനൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. അതെൻ്റെ യൂട്യൂബിലുള്ള ഫ്രണ്ടിൻ്റെ കസിൻസിൻ്റെ യൂട്യൂബ് ചാനലൊന്നും എനിക്കറിയില്ല. എനിക്ക് നല്ല ഇഷ്ടമാണ് ഒരു വീഡിയോസൊക്കെ. ഞാൻ എപ്പോഴും കാണും. കണ്ടാൽ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണും ഗൈസ്. അങ്ങനെയുള്ള ആളാണ് ഞാൻ. സഫ ആൻഡ് സൂഫിയ പറഞ്ഞത്. പിന്നെ സൂഫിയ എഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. സഫാൻ്റെ ബ്രദർ എന്താ തോന്നുന്നത്. ആ യൂട്യൂബ് ചാനലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും കാണും. പിന്നെ എൻ്റെ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഭയങ്കര ഫേമസ് ഉള്ള യൂട്യൂബ് ചാനലൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനത്തെ യൂട്യൂബ് ചാനലാണ് എനിക്കിഷ്ടം. അപ്പോൾ ക്വസ്റ്റ്യനൊക്കെ കഴിഞ്ഞു ഗായ്സ്. ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടി കമൻറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. ക്വസ്റ്റ്യനൊക്കെ ഇത്ര ഉള്ളൂ. 19 വരെ ഞാൻ പറഞ്ഞു. വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് തന്നെ പറയാം. ഞാൻ ഉണ്ടാക്കിയതെന്ന് പറയാമെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞ്. യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയതെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഇങ്ങനത്തെ കുറേ വീഡിയോസായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി എങ്ങനത്തെ വീഡിയോസാണ് കാണാൻ താല്പര്യമൊക്കെ. Q&A ഞാൻ ഓൾറെഡി കഴിഞ്ഞു ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. ഹാവ് എ നൈസ് ഡേ. ഗൈസ് കഴിഞ്ഞിട്ടില്ല, ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. യുവർ ഡ്രീം ജോബ്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഡ്രീം ഡോക്ടർ അല്ലെങ്കിൽ ടീച്ചർ ആവാനാണ് എൻ്റെ ഡ്രീം. നടന്നാൽ മതി എന്നാണ്. അൽഹംദുലില്ലാ ആവട്ടെ എൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ ഇതൊക്കെ പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ, ഹൗ മെനി കസിൻസ് ഡു യു ഹാവ്. എൻ്റെ ഉപ്പൻ്റെ സൈഡിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രായത്തിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ 6, 7, 8, 10 കസിൻസ് ഉണ്ടാവും. 10 ഉപ്പൻ്റെ സൈഡിൽ. എൻ്റെ ഉമ്മയുടെ സൈഡിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു 7 ഒരു 12, 13 കസിൻസൊക്കെ ഉണ്ടാവും. അത്ര കസിൻസൊക്കെ ഉണ്ടാവും. പിന്നെ ഫേവറേറ്റ് കളേഴ്സ്, ഞാൻ കസിൻസിൻ്റെ പേരൊന്നും പറയുന്നില്ല. അതെനിക്കത് ഇഷ്ടം. എനിക്കതല്ല സോറി. അടുത്തൊരു ഫേവറേറ്റ് കളർ വെച്ചാൽ എനിക്ക് പണ്ട് കുഞ്ഞിലേക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം എന്തോ എനിക്ക് പിങ്കിൽ ഭയങ്കര വരപ്പുണ്ട്. പിങ്ക് അത്ര ലൈറ്റ് പിങ്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമാണ്. പിങ്ക്, റെഡ്, ബ്ലൂ എനിക്ക് ഭയങ്കര ഇഷ്ടം. ബ്ലാക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ ഏത് കളറാണ് എനിക്കിഷ്ടം ഉണ്ടാക്കാൻ പറ്റും. അടുത്ത ഹോം ടൂർ ഗൈസ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ വീട്ടിൽ താമസിക്കുന്നത് വാടകയ്ക്കാണ്. ഇൻഷാല്ലാ നമ്മൾ ഏപ്രിൽ, ഞാൻ പറഞ്ഞ ഏപ്രിലിൽ പുതിയ വീട് എടുക്കും. അപ്പോൾ അവിടെ ഏപ്രിലിൽ നമ്മൾ ജോയിൻ ചെയ്യും. അപ്പോൾ ഏപ്രിലിൽ ഞാൻ പുതിയ വീടെടുത്തിട്ടുണ്ട്. വീടെടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഏപ്രിലാകുമ്പോൾ ഞാൻ ജോയിൻ ചെയ്യും ഇൻഷാല്ലാ. ഇതിപ്പോൾ വാടകയ്ക്കാണ്. അപ്പം വാടകയ്ക്കുള്ള ഹോം ടൂറൊക്കെ ചെയ്യാൻ
ഞാൻ പുതിയ വീട്ടിൽ കയറുമ്പോൾ അതിൽ എന്തായാലും ഞാൻ ഹോം ടൂർ ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആദ്യമേ അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോഴാണ് ഇപ്പോൾ ഒരു കമൻറ്റ് ഇട്ടത്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ കമൻറ്റ് ഇട്ടത്. അതിലേക്ക് ഞാനൊരു വീണ്ടും വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.